പറ്റി പാറു? ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ലാതെയാണോ നീ കരഞ്ഞോണ്ട് വന്നത്? കരയേ? എന്താ പ്രശ്നം പാറു? ഞാൻ കൈലാഷ് സാറിന് ഭക്ഷണം കൊടുക്കാൻ ക്യാബിനിൽ പോയിരുന്നു. അപ്പൊ സീതാ മാഡം വന്ന് ഞങ്ങളെ കുറിച്ച് ഒരുപാട് മോശം പറഞ്ഞു. എന്നെ തല്ലാൻ കയ്യൊങ്ങ വരെ ചെയ്തു. അവർ നിന്നെ തല്ലിയോ? ഇല്ല, അതിനു മുമ്പ് കൈലാഷ് സാറ് അവരെ തടഞ്ഞു. അവര് തമ്മിൽ ഭയങ്കര വഴക്ക് നടക്കുക. നീ ഇത്രയും നാള് കൈലാഷ് സാറിന്റെ ക്യാബിനിലേക്ക് പോകില്ലെന്ന് വാശിയോടെ പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ടിപ്പോ എന്താ പെട്ടെന്ന് തീരുമാനം മാറ്റിയേ? ഭൂമിക മാഡം അദ്ദേഹത്തിനുള്ള ഭക്ഷണം എന്റെ കയ്യിൽ തന്നുവിട്ടത്. ഞാൻ ഒഴിഞ്ഞു മാറാൻ ഒരുപാട് ശ്രമിച്ചു. മാഡം കുറെ നിർബന്ധിച്ചപ്പോ വേറെ നിവർത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നു. വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? നിന്നെ എന്തിനാ മാഡം തല്ലാൻ വന്നത്? കൈലാസ് സാറിന്റെ മനസ്സിൽ ഇവളോട് ഇഷ്ടമുണ്ടെന്ന് എല്ലാവരെയും പോലെ സീതാ മേഡത്തിനും അറിയാലോ. അവർക്ക് സംശയം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ പ്രശ്നം ഇതോടെ അവസാനിച്ചാ മതിയായിരുന്നു. ഹലോ, ഹായ്. എല്ലാവരും കാര്യമായ ചർച്ചയിലാണല്ലോ. സർ, ഞങ്ങൾ ജോലിക്കാരും തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ എനിക്ക് അറിയില്ലടാ. ഈ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അഹോരാത്രം കഷ്ടപ്പെടുന്ന പണിക്കാരല്ലേ നിങ്ങള്? സൂപ്പർ ടൈലർ പാറു, മാഡത്തിന് വിരോധമില്ലെങ്കിൽ ഈ കമ്പനിയുടെ പുറത്തേക്ക് ഒന്ന് പോവാമോ? എന്തിനാ സർ? മാഡത്തിനെ ജോലി പിരിച്ചു വിടറ. വെറുതെ സംസാരിച്ച് നിന്നതിന് എന്തിനാ സാറെ പിരിച്ചുവിടുന്നത്? സാറിന് തോന്നിയതുപോലെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലടാ, എന്റെ ഇഷ്ടത്തിന് ഇവളെ പിരിച്ചുവിടാൻ പറ്റില്ല. പക്ഷേ സീതാ മാഡത്തിന് പറ്റൂലോ. ഇവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞതേ സീതാ മാഡമാണ്. സാർ അങ്ങനെ ചെയ്ത ഞങ്ങൾ എല്ലാരും നോക്കി നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇങ്ങനെ വെറുതെ ഒരു തൊഴിലാളിയെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. പാറു എന്ത് തെറ്റാണ് ചെയ്തെന്ന് പറയണം. കാരണം എന്താണെന്ന് പറയാതെ നീ എങ്ങോട്ടും പോണ്ട പാറു. അല്ല, നിങ്ങളൊക്കെ ആരാണെന്ന് നിങ്ങളുടെ വിചാരം? 1-ാം തീയതി ആയ എന്റെ മുമ്പിൽ ശമ്പളത്തിന് കൈനീട്ടി നിൽക്കുന്ന വെറും തൊഴിലാളികളാ നിങ്ങളൊക്കെ. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ കമ്പനിയുടെ ഉടമസ്ഥരാ. അവർക്ക് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരെങ്കിലും ഇവിടെ സപ്പോർട്ട് ചെയ്ത് ബഹളം വെച്ചാ നിങ്ങളെ ഞാൻ കഴുത്തിന് വിളിച്ച് പുറത്താക്കും. എന്നാ അതൊന്ന് കാണണമല്ലോ. ചക്ക, നീ എന്നെ വെല്ലുവിളിക്കാറൊന്നായിട്ടില്ല. എല്ലാത്തിനും കാരണക്കാരി നീയാ. ആദ്യം നിന്നെ ഇവിടുന്ന് പുറത്താക്കണം. എനിക്ക് ഇവിടുന്ന് കരുണാകരൻ, മമ്മി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി താൻ അപ്പോഴേക്ക് പാർവതിയെ പുറത്താക്കാൻ പോകണം. പേഴ്സണലായ കാരണങ്ങൾ കൊണ്ടാ മമ്മി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിലെ തെറ്റ് മമ്മിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടത് താനല്ലേ. ഈ വിഷയത്തില് താൻ ഇടപെടണ്ട. പാർവതി ഇവിടെ തന്നെ ജോലി ചെയ്യും. ഞാൻ മമ്മിയോട് സംസാരിച്ചോളാം. ഇനി സംസാരിക്കാനൊന്നുമില്ല. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. താൻ അവളെ പിടിച്ച് പുറത്താക്ക്. തൊട്ടുപോരുത്. മമ്മി, നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. വെറുതെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കരുത്. താൻ നോക്കി നിൽക്കാതെ ഞാൻ പറഞ്ഞത് ചെയ്യേ. ശരി മാഡം. വേണ്ട. മാഡം, വ്യക്തിപരമായ കാരണങ്ങൾക്ക് ഒരു തൊഴിലാളിയെ വെറുതെ പിരിച്ചുവിടുന്നത് ശരിയല്ല. ഒരു സൂപ്പർവൈസർ എന്ന നിലയ്ക്ക് എനിക്കത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇന്ന് പാറുവിനെ ഒരു കാരണവുമില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന നിങ്ങൾ
നാളെ ഞങ്ങളെയും ഇങ്ങനെ പിരിച്ചുവിടില്ലെന്ന് എന്താ ഉറപ്പ്? മാഡം ഇവൻ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അല്ല മാഡം, ഇത്രയും കാലം നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ശമ്പളം വാങ്ങിയതിന്റെ നന്ദി നിങ്ങളോട് എനിക്കുണ്ട്.